സാർ. താങ്ക് യു. പോലെ തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. രണ്ട് കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്രാ. എന്റെ അച്ഛൻ അഭിമാനിയാണ്. അവിവാഹിതയായ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് അച്ഛനെന്റെ രവിയേട്ടനെ വെടിവെച്ച് കൊന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയമ്മ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. കുഞ്ഞിനെ ആരും അറിയാതെ ഒരു അനാഥാലയത്തിലാക്കി. പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി. നല്ലവരായ അവർ എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പക്ഷേ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ താലോലിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് അവളെ വാരിപ്പുണരാൻ എനിക്ക് ഭാഗ്യമില്ല. ബാബു, നിർഭാഗ്യവതിയായ എന്റെ കഥ ബാബുവിനെ നൊമ്പരപ്പെടുത്തിയോ? ഇല്ല, ഞാൻ ചെയ്തു പോയ ക്രൂരതയോർത്ത് സ്വയം വേദനിച്ചു പോയതാ. ക്രൂരതയോ? അതെ ബീനെ, നീ വിചാരിക്കുന്നത് പോലെ രവിയെ കൊന്നത് എന്റെ അച്ഛനല്ല. പിന്നെ ഞാനാണ്. ഞാൻ ജോലിയില്ലാതെ അലഞ്ഞടക്കുന്ന കാലമായിരുന്നു. പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി അവരെന്റെ അടുത്ത് വന്നു. ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അവകാശമായി തീരും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അതുകൊണ്ട് തട്ടിക്കളയാം. വേണ്ട, തൽക്കാലം രവി ഒതുക്കുക. ഓക്കെ. ഹോട്ടൽ വെസ്റ്റ് എൻഡിൽ 116 നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത്. ആർക്കും സംശയം തോന്നരുത്. ഇതാ. Yes, come in. ആ കൊലപാതകത്തിലൂടെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല. തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരൂ. മാപ്പ് തരില്ലേ ബീനെ? ബീനെ, എന്ത് പറഞ്ഞാൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ രവീട്ടിനെ കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ.
കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കുകയായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. എന്നെ വിശ്വസിക്കൂ. നായികയുടെ കണ്ണുനീർ സംവിധായകനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ലി ഇടയ്ക്ക് വീഴാനും ഒരു സംഘടന ഉണ്ടാകാനുള്ള വഴിയുണ്ട്. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Over. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ എന്താ? ബീന എവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറം നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം. നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടേജ് നിങ്ങളല്ലേ വാടകയ്ക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിൽ അയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാൻ ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ചെറാലപ്പുഴത്തിലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിലൊന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്ത് നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടി വരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്. ആ ടേപ്പ് എടുത്ത് കൊടുത്തേക്കോ.
എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും. നമുക്കിതേ കാണാം. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പുതിയ ഉദ്യോഗം അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നു അല്ലേ? നിർമ്മലേ, ഞാൻ വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയൊക്കെ തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. നിർമ്മല, ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ സ്നേഹിക്കാനോ തിരുത്താനോ ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ബീനെ അടുത്തിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരാരോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. 6-7 വർഷമായി ഞാൻ ഹൃദയം തുറന്നെന്ന് സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ ബീനയെ കണ്ട നാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് ബീനയ്ക്ക് തോന്നുന്നുണ്ട്. ബാബുവിനും ബീനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയില്ല, പറ്റാൻ പോകുന്നുള്ളൂ. എന്താണ് ഉണ്ടായത്? ബാബു നമുക്കെതിരായി. ആ പെണ്ണിന്റെ തൊലിവെടുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ടേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദ്രനെ കാണാൻ ഇങ്ങോട്ട് പോന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച ആവശ്യമില്ലാത്ത ഈ ഇടകൂടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വീട്ടിലേക്ക് പോയിക്കുള്ളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ടേപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കുള്ളൂ. പിന്നെ ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. അതാരാ? ആയിഷു, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീനൊരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നോളൂ. ഞാൻ ഒരു ബോട്ട് ഏർപ്പെടുത്തിട്ട് വരാം. വഴി തെറ്റിയോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ ദയ എന്നു മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലി ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി. ഇനി വയ്യ. ബാബു, ഒരു അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ, പ്ലീസ്. നിൽക്കണേ അവിടെ.
പറഞ്ഞില്ലേ സാറേ, കഥയുടെ ക്ലൈമാക്സ് മാറിപ്പോയെന്ന്. ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാന്റെ അടുത്ത് നിന്നും അന്ന് ഒളിച്ചോടിപ്പോന്ന ഭാവമല്ല ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വരൂ. ഹലോ, രജനി ഹിയർ. ഞാൻ മസൂറാണ്. ചേട്ടൻ മാലിന്യ എപ്പോഴെത്തി? ഇപ്പൊ ഒന്നേ ഉള്ളൂ. രജനി, കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. കഴിയും വേഗം നമുക്കിവിടെ ഒരു സ്ഥലം വേണം. എന്തുണ്ടായി ചേട്ടാ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബേനി അവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യും ചേട്ടാ? മേനോനെ എങ്ങനെയെങ്കിലും കൊന്ന് അവിടെയുള്ള പണം മുഴുവൻ എടുത്തോണ്ട് നീ ഉടനെ ഇവിടെ എത്തണം. ദേഹത്തെ കൊല്ലാനോ? അത് എനിക്ക് പേടിയാണ് ചേട്ടാ. പേടിച്ചോണ്ടിരുന്ന നമ്മൾ എല്ലാവരും അകത്താവും. എങ്ങനെയാണ് മേനോനെ ദേഹത്തെ കൊല്ലണ്ടെന്ന് ചേട്ടനൊന്ന് പറഞ്ഞുതരൂ. നിന്റെ കഴുത്തിൽ താഴെ കെട്ടിയ നിന്നോട് ഇത്രയും നാൾ കഴിഞ്ഞ എന്നെ ഈ വീട്ടിൽ വെച്ച് കൊല്ലാൻ നീ വഴികേടുകളല്ലേ? അവയില്ലാത്തതിന്റെ മോക്ക് ഒരു സുരക്ഷ ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ നീ അസരിവിത്താവെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്നേഹം നിറഞ്ഞ ഒരു അമ്മയുടെ മുഖം കൂടി അറിഞ്ഞുകൊണ്ട് നീ നന്ദിയെ കുളിച്ചു. ഞാൻ പട്ടിയെപ്പോലെ വിളക്കുന്ന ഇറപ്പാളിയാണ് നിന്റെ സഹോദരന് ഞാനറിയാതെ നീ സംരക്ഷണം നൽകി. അവന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട എന്റെ മകളെ ഭീഷണിപ്പെടുത്തി നീ ബലിയാണാക്കി. ഒടുവിൽ അവളെ കൊല്ലാൻ നീ ഏർപ്പാട് ചെയ്തു. പക്ഷെ ഈശ്വരൻ എന്റെ ഭാഗത്താടി. ഇതാ എല്ലാ വീടും കാണിച്ച് അവൾ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നീ ഒരുക്കിയ കെണിയിൽ നീ തന്നെ അകപ്പെട്ടു. ബാംഗ്ലൂരിലെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോന്ന എന്റെ മകളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്നൊരു അപേക്ഷ അനുസരിച്ച് നീ അറിയാതെ ആ കുഞ്ഞിനെ അവർ ഇവിടുത്തെ അനാഥാലയത്തിൽ എത്തിച്ചു. നിന്റെ കണ്ണിൽ പെടാത്തതുകൊണ്ട് ഇന്നും ജീവനോടിരിക്കുന്ന ആ കുഞ്ഞാടി ഇനി എന്റെ സ്വത്തിന് മുഴുവൻ അവകാശം. സാർ, അങ്ങാണോ ഗിരിജാവല്ലഭമേനോൻ? അതെ അങ്ങ് മേറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അതെ. ഇതാണ് സാർ മിനി, അങ്ങയുടെ മകളുടെ കുട്ടി. മിനി, ഇതാണ് മോളുടെ മുത്തച്ഛൻ. ചെല്ല്. മോളെ മോളെ ടീച്ചർ, വളരെ നന്ദി. ഇനി ഇവളുടെ ചുമതല എനിക്കാണ്. ക്ഷമിക്കണം സാർ, അങ്ങ് ഫോൺ ചെയ്തനുസരിച്ച് കുട്ടിയെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. അമ്മ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അനാഥാലയത്തിൽ നിന്ന് വിട്ടുതരുള്ളൂ. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം അവകാശിയായ എന്റെ മിനിയെ ഞാൻ ഈ അനാഥാലയത്തിലേക്ക് അയക്കണോ? വേണ്ട, നമുക്കവളെ നരകത്തിലേക്ക് അയക്കാം. അങ്ങ് പട്ടിയെ പോലെ വെറുക്കുന്നു എന്ന് പറഞ്ഞ അതേ മധുസൂദനൻ തന്നെ എന്നെ പിടിച്ചു കൊടുത്താൽ 50,000 രൂപ സമ്മാനം കിട്ടും. എന്താ, ഒന്ന് നോക്കുന്നോ? അറിയോ? അല്ല, ക്ഷമിക്കണം. എന്നെയും എന്റെ പെങ്ങളെയും നിങ്ങൾ പോലീസിൽ എത്തിക്കാൻ പോവില്ലേ? അതിനു മുമ്പ് നമുക്കിതിനെ കണക്കുകൾ പറഞ്ഞു തീർക്കാറുണ്ട്. കണക്കുകളോ? അതെ, കൊല്ലും കൊലയുടെ കണക്കുകൾ. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. നമുക്കെല്ലാവരും കൂടി എന്ത് സംഘത്തിലേക്ക് പോവാം? ഇല്ല, ഞാൻ വരില്ല. വരും വരും. ഇവരെ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇവർ പോലീസിനെ അറിയിക്കും. ഞങ്ങൾ കുഴപ്പത്തിലാവും. അതുകൊണ്ട് അനാസല്യം വന്നിട്ട് എടുത്തത്. നോക്ക്, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെയായിരിക്കും. മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടിയിൽ കയറി. സാറേ, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള അന്ത്യശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പോലീസ് ഞങ്ങളെ നേർപോലെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ആ പത്രം കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും രജനിയുടെ പേർക്ക് ഇഷ്ടദാനം കൊടുത്തതായി അതിലെഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, എന്റെ സ്വത്തുക്കൾ കൊടുക്കില്ല. അമിതമായി പണം ആര് വാരിക്കൂട്ടിയാലും ആപത്താണ് സാറേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോകുമോ? നിങ്ങൾക്ക് ആലോചിക്കാൻ
തോന്നുന്നത്. മേനോൻ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ മകളെയും ഉടനെ അവിടെ വരാൻ ഏർപ്പാടിക്കും. ഈ കുഞ്ഞിനെ കൂടി മേനോനൊന്ന് ചായക്കൂ. എന്നാലും എന്നോട് പോലും നിങ്ങൾ ഈ വിവരം പറഞ്ഞില്ലല്ലോ. സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് CBI ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവ്വം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഈ കാര്യം എന്നോട് ഒളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തമെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം പ്രയോഗിച്ചത്. ഇതാ ക്ഷമിക്കണം മിസ്റ്റർ തമ്പുരാൻ, എന്നെ ഈ വേഷത്തിൽ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്താണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. എന്നെ കെണിയിൽ വീഴ്ത്താൻ നിങ്ങൾ എല്ലാവരും എല്ലാ കഴിവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ കേരളത്തിലെ പോലീസിന് നിങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. ഇവരെ റിമാൻഡ് ചെയ്യിച്ചില്ലേ? യെസ് സർ. എന്നാൽ ഇവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. പ്രഭാകരൻ നായർ, മേനോൻ ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെയിരിക്കുന്നു മേനോൻ ചേട്ടൻ? എന്റെ വേദന ഒക്കെ മാറി. രക്തം ധാരാളം പോയതുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. സാറേ, എനിക്കൊരു മൃതസഞ്ജീവിനിയെ കിട്ടി. എന്റെ കൊച്ചുമോള്. ഇവളുടെ കൂടെ സന്തോഷമായിട്ട് കുറച്ചാൾ കഴിയാതെ ഇനി ഈശ്വരൻ വിളിച്ചാലും ഞാൻ പോവില്ല. അതങ്ങോട്ട് കൊടുത്തേക്കൂ. ഇത് നമ്മുടെ പ്രാപ്തമല്ലേ? ഏമാന്റെ ഉത്തരവനുസരിച്ച് ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പ്രാപ്തനായിരുന്നു. ഇനി മാർക്ക് ലിസ്റ്റ് തിരിച്ച കേസിന് വേറെ പേരാ. അത് നാളെ പോലെ സ്വീകരിക്കും. അതെന്ത് പേരാടോ? എന്ന് വെച്ചാൽ ഊളംപാറ